നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ലേഡീസ് അവറിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മെയ് 5-ാം തീയതിയാണ്, തൃശ്ശൂർ പൂരമാണ്. അതെ അതെ അതെ, മേടമാസത്തിലെ പൂരം നക്ഷത്രം ആണ്. ഇന്ന് മലയാളികളുടെ ഒക്കെ ഒരു ഹരമാണ്. എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ TV ചാനലുകളും ലൈവായിട്ട് കാണിക്കുന്ന ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അതെ അതെ. അപ്പോൾ തൃശ്ശൂർ പൂരത്തെ കുറിച്ച് ഇപ്പൊ ഇന്ന് സംസാരിക്കാൻ വിഷയത്തിന് ബുദ്ധിമുട്ടേണ്ട തൃശ്ശൂർ പൂരമാണ് ഇന്നത്തെ വിഷയം. ഐതിഹ്യങ്ങളും ആഘോഷങ്ങളും എല്ലാം ഇഷ്ടം പോലെയുള്ള തൃശ്ശൂർ പൂരം അല്ലേ. ശരിക്കും 17th century മുതൽ തുടങ്ങിയ ഒരു ഉത്സവം, ഒരു ആഘോഷമാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ആറാട്ടുപുഴ പൂരത്തിന് നമ്മുടെ തൃശ്ശൂരുകാരൊക്കെ ഒരു ദിവസം ചെന്നപ്പോഴേക്കും അവിടുത്തെ ആ ഒരു ഘോഷയാത്രയ്ക്ക് ഇവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം കഠിനമായ മഴയായിരുന്നു. അപ്പം അവരവിടെ എത്തിച്ചേർന്നപ്പോഴേക്കും വൈകിപ്പോയി. അപ്പോൾ അവരെ പങ്കെടുപ്പിച്ചില്ല. അപ്പോൾ അന്നത്തെ രാജാവായ ശക്തൻ തമ്പുരാനോട് ഇവരൊക്കെ പോയി പറയുകയും, അതെ കൊച്ചി മഹാരാജാവ് അപ്പോൾ തൃശ്ശൂരിന് ചുറ്റുമുള്ള 10 അമ്പലങ്ങൾ സംഘടിപ്പിച്ച്, ഓക്കെ തൃശ്ശൂരിൻ്റെ ഒരു വലിയ പൂരമാണിത്, തൃശ്ശൂർ പൂരം എന്ന രീതിയിൽ നടത്തുകയും ഇന്ന് പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം. അതെ. അപ്പോൾ ശരിക്കും എന്താണ്, ആലവട്ടവും വെഞ്ചാമരവും കുടമാറ്റവും കുടിയേറ്റും നെറ്റിപ്പട്ടങ്ങളും തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ ഓർമ്മ വരുന്നത് കുടമാറ്റവും വെടിക്കെട്ടും ഒക്കെ. അതെ അതെ അതെ, വെടിക്കെട്ടും. അതെ അതെ, ശരിക്കും ഇന്നേ വരെ തന്നെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസിൽ ഒട്ടും വിട്ടുവീഴ്ച വരുത്താത്ത ഇത്രയും ലാർജ് സ്കെയിലിൽ, സാധാരണ അമ്പലങ്ങളിലെല്ലാം ലാർജ് സ്കെയിൽ നടത്തുമെങ്കിലും എന്തെങ്കിലും ഒരു സേഫ്റ്റി ത്രെറ്റ് ഉണ്ടാകും. പക്ഷേ നമ്മുടെ കൊല്ലം പുറ്റിങ്ങല്ല ക്ഷേത്രത്തിൽ സംഭവിച്ചത്. അതെ അതെ അതെ, ലോകത്തു നിന്നും എല്ലായിടത്തു നിന്നും ആൾക്കാർ എത്തുകയും എന്നാൽ പോലും സേഫ്റ്റിക്ക് ഒരു രീതിയിലുള്ള തൃശ്ശൂർ പൂരം ഒന്ന് നിർത്തിക്കളയരുതേ എന്ന് ഗവൺമെന്റിനോട് പ്രത്യേകം ഇവർ തൃശ്ശൂർക്കാരൊക്കെ പ്ലീഡ് ചെയ്ത്, അങ്ങനെ ലോകത്തു നിന്നും എല്ലാവരും എത്തുന്ന ഈ ഒരു പൂരം, ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും, ഓരോ മലയാളിക്കും തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ഒരു ഹരമാണ്. അതെ 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 അതെ. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, തൃശ്ശൂരിന്റെ മധ്യഭാഗത്തുള്ള വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഉത്സവമാണ് തൃശ്ശൂർ പൂരമായിട്ട് കണക്കാക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും തൃശ്ശൂർ പൂരത്തിന് 2 സൈഡുണ്ട്, പാറമേക്കാവും പിന്നെ തിരുവമ്പാടി സൈഡും. കൂടുതൽ സംസാരിക്കാം അല്ലേ, അതിനു മുമ്പ് നമുക്കൊരു ഫസ്റ്റ് സെഗ്മെന്റ് കണ്ടിട്ട് വരാം. ആദ്യത്തെ സെഗ്മെന്റ്. നമസ്കാരം, എൻ്റെ പേര് അനൂജ. ഞാൻ rarities.com എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ് ഞാൻ നടത്തുന്നത്. rarities.comൽ ഇന്ത്യൻ ഹാൻഡ്ലൂംസ് ആൻഡ് ക്ലോത്തിങ്ങും ഇന്ത്യൻ ആർട്ടിഫാക്ട്സും മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് വെബ്സൈറ്റാണ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ ഓൾ ഓവർ ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് 18 സ്റ്റേറ്റ്സിൻ്റെ ട്രഡീഷണലായിട്ടുള്ള പ്രോഡക്റ്റ്സാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ സാരീസ് ഉണ്ട്, ലേഡീസ് എത്നിക് വിയേഴ്സ് ഉണ്ട്, ജെൻസ് എത്നിക് വിയേഴ്സ് ഉണ്ട്, റഗ്സ് ആൻഡ് കാർപ്പറ്റ്സ് ഉണ്ട്, വുളൻ ഷോൾസ് ഉണ്ട്, ആയുർവസ്ത്രമുണ്ട്, പിന്നെ മെറ്റൽ വെയർസ് ഹാൻഡിക്രാഫ്റ്റ്സിൽ വരുന്നതാണ് അതുണ്ട്, പിന്നെ സ്റ്റോണും മാർബിൾ കാർവിങ്സും ഉണ്ട്. അപ്പോൾ ഈ പ്രോഡക്ട്സിൻ്റെയൊക്കെ നെയിം പറയുന്ന പോലെ തന്നെയാണ് അതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ മാത്രം കിട്ടുന്ന പ്രോഡക്ട്സാണ്. അപ്പോൾ ആ പ്രോഡക്റ്റിന് തന്നെ ഒരു പ്ലേസ് ഓഫ് ഒറിജിൻ ഉണ്ട്. അപ്പോൾ ആ പ്ലേസിൽ നിന്ന് മാത്രമുള്ളതാണ്. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇത് സെല്ലേഴ്സിൽ നിന്ന് ഡയറക്റ്റായിട്ടാണ് ഈ വെബ്സൈറ്റിലേക്ക് പ്രോഡക്റ്റ്സ് അപ്ലോഡ് ചെയ്യുന്നത്. ഒരു മിഡിൽമെന്നിൻ്റെ സഹായമില്ലാതെ, റീറ്റെയിൽ ഷോപ്സും ഒന്നുമില്ലാതെ, വീവേഴ്സ്, അതായത് നെയ്ത്തുകാരുടെയും ഈ ആർട്ടിഫാക്ട്സ് ഉണ്ടാക്കുന്ന ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ടാക്കുന്നവരിൽ നിന്നും ഡയറക്റ്റായിട്ടാണ് അവർ വെബ്സൈറ്റിലേക്ക് പ്രോഡക്റ്റ്സ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഡക്ട്സ് ഒരു സെല്ലറിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ സെല്ലറിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഒറിജിനാലിറ്റി നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആ പ്രോഡക്ട്സ് ഒറിജിനലാണോ എന്നും അത് ഒത്തൻറ്റിക് ആയിട്ടുള്ള ട്രഡീഷണൽ സാധനം തന്നെയാണോ എന്നും ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഈ സെല്ലറിനെ നമ്മൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്.
അപ്പോൾ ഇത് ഒരു സെല്ലറിന് നമ്മൾ നേരിട്ട് കാണേണ്ടി വരുന്നുണ്ടെങ്കിൽ നേരിട്ട് കണ്ടിട്ട് തന്നെയാണ്, അതായത് അവരുടെ പ്ലേസിൽ പോയി അവരുടെ വർക്ക്ഷോപ്പും അവരുടെ നെയ്ത്ത് ശാലകളും കണ്ടിട്ട് ആണ് ഞങ്ങൾ ഈ സെല്ലേഴ്സിനെ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു സെല്ലർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ സെല്ലറിനും മെയിൽ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഏത് പ്രോഡക്റ്റാണ് അവർ കൊടുക്കേണ്ടതെന്നും അതിൻ്റെ ഐറ്റം കോഡ് വെച്ചിട്ട് അവർക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ പ്രോഡക്റ്റ്സ് അവർ പാക്ക് ചെയ്ത് വെക്കും. ഞങ്ങൾ ലോജിസ്റ്റിക്കുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പോയി ആ സ്ഥലത്ത് പോയി അവരുടെ പ്രോഡക്റ്റ് എടുത്ത് കസ്റ്റമേഴ്സിന് നേരിട്ട് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റീറ്റെയിൽ ഷോപ്പിലുള്ളവരോ അല്ലെങ്കിൽ മറ്റ് ബ്രോക്കേഴ്സോ ഇവരാരും ഇതിൽ ഇൻവോൾവ് അല്ല. മാത്രമല്ല ഇപ്പോൾ ഈ റൂറൽ ഏരിയസിലാണ് കൂടുതലും ഈ വില്ലേജേഴ്സും അങ്ങനെയുള്ള ആളുകളാണ് ഈ ആർട്ട് വർക്കിലുള്ളത് തന്നെ. അപ്പോൾ അവർക്ക് ചിലർക്ക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കും, ചിലർക്ക് കമ്പ്യൂട്ടർ നോളജ് കാണില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് കമ്പ്യൂട്ടറിലേക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഡീറ്റെയിൽസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. മാത്രമല്ല അവരുടെ ആ സ്ക്രീനെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് കൊടുത്തിട്ട് അത് അവർക്കൊരു സ്റ്റഡി പറഞ്ഞു കൊടുത്തിട്ടാണ് അവരെങ്ങനെയാണെന്ന് ബോധവൽക്കരണം നടത്തിയിട്ടാണ് ഈ പ്രോഡക്റ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഒരു വേൾഡ് നമ്മൾ തുറന്നു കൊടുക്കുകയാണ് അവർക്ക് ഒരു പുതിയൊരു ഫ്യൂച്ചറിലേക്ക്. കാരണം ഒത്തിരി ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് വീവേഴ്സിൻ്റെയും ആർട്ടിസൻസിൻ്റെയും. അപ്പോൾ അവർക്ക് ഈ പ്രോഡക്റ്റ്സ് അവരുടെ കയ്യിൽ നിന്നും ഇടനിലക്കാർ വാങ്ങി വൻ വിലയ്ക്കൊക്കെയാണ് വിൽക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ പ്രയോജനം കിട്ടുന്നില്ല. അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് സെല്ലേഴ്സിനെല്ലാം വളരെ താല്പര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ പ്രോഡക്റ്റിൻ്റെ ഒറിജിനൽ പ്രൈസ് അവർക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു വെബ്സൈറ്റിലൂടെ പർച്ചേസ് നടക്കുമ്പോൾ. അപ്പോൾ ഇടയ്ക്ക് നിന്നുള്ള മറ്റുള്ളവരുടെ ചൂഷണം അവർക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ അത് കാരണം അവർക്ക് ഡയറക്റ്റായിട്ട് വിത്തിൻ 2 വീക്സ് അല്ലെങ്കിൽ 1 to 2 വീക്സ് മാക്സിമം ഞങ്ങൾ എടുക്കാറുള്ളൂ. അതിനുള്ളിൽ തന്നെ അവരുടെ ക്യാഷ് നമ്മൾ അപ്ലോഡും ചെയ്യുന്നുണ്ട്, അവർക്കത് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് ഒത്തിരി കാലതാമസവുമില്ല, എന്നാൽ അവർക്ക് മാക്സിമം സെയിലും നടക്കുന്നുണ്ട്. ഫീൽഡിലേക്ക് വരാൻ തന്നെ കാരണം ഈ പറഞ്ഞ പോലെ ഞാനൊരു ടൂറിങ് ജോബുമായിട്ട് ബന്ധപ്പെട്ട് ഓൾ ഓവർ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ പുറത്ത് എബ്രോഡിലോ ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ബേസിക്കലി ഞാനൊരു പ്രൊഫസറായിരുന്നു. അപ്പോൾ ഞാൻ ബോംബെയിലായിരുന്ന സമയത്ത് അവിടെ ഞങ്ങൾ കേരള ഹൗസിൽ മാത്രമാണ് ഈ ആറന്മുള കണ്ണാടി അതുപോലെയുള്ള ട്രഡീഷണൽ സാധനങ്ങൾ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ അവിടെ പോയി ഈ ആറന്മുള കണ്ണാടിയുടെ വില അന്വേഷിക്കുമ്പോഴാണ് ഒത്തിരി വലിയ റേറ്റും ആയിരുന്നു. മാത്രമല്ല അത് ഒറിജിനലാണോ എന്നുള്ളൊരു സംശയവും നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതായത് നമ്മളിപ്പോൾ ടൂറ് പോകുമ്പോഴൊക്കെ പല സ്ഥലങ്ങളിലും അവിടേതായ എത്നിക് സാധനങ്ങൾ കാണുമ്പോൾ എനിക്കൊരു തോന്നിയ ഒരു ഐഡിയ ആണ് ഇങ്ങനൊരു വെബ്സൈറ്റ് തുടങ്ങുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിലിരുന്നു കൊണ്ട് ഒരാൾക്ക് പഷ്മീന ഷോൾ വാങ്ങണം, അല്ലെങ്കിൽ എബ്രോഡിലിരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസൊക്കെ തണുത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ പഷ്മീന പോലുള്ള ഷോൾസ് എന്ന് പറയുന്നത് വളരെ വാം ഫീലിംഗ് തരുന്ന ഒരു ഷോളാണ്. അത് ഒരു മുഗൾ വംശത്തിൽപ്പെട്ട ഒരു തരം വീവിങ്ങുമാണ് ഈ പഷ്മീനയിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോൾ വാങ്ങണം എന്ന് പറഞ്ഞാൽ ഇന്ന് പഷ്മീന ഷോളിൻ്റെ പേരിൽ പലതരത്തിലുള്ള ഷോൾസ് അവൈലബിൾ ആണ്. പക്ഷേ ഒറിജിനലായിട്ടുള്ളൊരു സാധനം എങ്ങനെ അവരുടെ കയ്യിൽ എത്തിക്കാം, അതായിരുന്നു എനിക്ക് ആദ്യം തോന്നിയ ഐഡിയ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ചെറിയ ഐഡിയ ആയിട്ടാണ് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇനിഷ്യലി ഇതിൻ്റെ പല സ്റ്റേജസ് ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ കുറേ റിസർച്ച് വർക്ക്സൊക്കെ നടത്തി, എന്നിട്ടാണ് ഈ പ്രോഡക്ട്സിനെ കുറിച്ച് അറിഞ്ഞതും അതിനെക്കുറിച്ച് പിന്നെ ഓരോ സെല്ലേഴ്സിനെ കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്തതും അങ്ങനെ ഓരോ റിസർച്ച് നടത്തിയതിന് ശേഷമാണ് ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികൾ തുടങ്ങുന്നത്. പിന്നെ മെയിനായിട്ടും ഇതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞത് ഫിനാൻഷ്യൽ ബാക്കപ്പാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്കിതിലധികം ചിലവുള്ളതായിട്ട് തോന്നില്ല. പക്ഷേ മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളൊരു വെബ്സൈറ്റ് കാണുമ്പോൾ ഇപ്പോൾ ഒരു ഓൺലൈനായിട്ട് നമ്മളൊരു സെയിൽ നടത്താൻ വേണ്ടി ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിരിക്കണം, നമുക്ക് ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആളുകൾക്കത് ബോറിംഗ് ആയിപ്പോകും, നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. ഇപ്പോൾ ഒരു ഷോപ്പിൽ കയറി നമ്മളൊരു സാധനം വാങ്ങുന്ന ഒരു ഫീല് നമുക്ക് ആ വെബ്സൈറ്റിൽ ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് വെബ്സൈറ്റിൽ ഉണ്ടാക്കണമെങ്കിൽ അതനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ്സ് ആ വെബ്സൈറ്റിൽ വയ്ക്കണം. അപ്പോൾ ഈ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്സ് എല്ലാം അവർലി ബേസിസിലാണ് എത്ര അവർ ആ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി എടുക്കുന്നു അതനുസരിച്ചാണ് അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതിന് ശരിക്കും നല്ല പോലെ നമ്മളത് ചിലവാക്കിയാലേ ശരിയാവുകയുള്ളൂ. പിന്നെ മാത്രമല്ല ഈ സോഴ്സിങ് എന്ന് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യ ടൂർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അത് നമുക്കും ഈസി ആയിട്ട് നടക്കുന്നൊരു കാര്യമല്ല.
പിന്നെ അതിനും നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ അതിനു വേണ്ടി ഒരു ടീം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലേക്കും അവർ യാത്ര ചെയ്താണ് ഈ സെല്ലേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതൊക്കെ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ഇതിൻ്റെ ഒരു സ്കെലിട്ടൺ തന്നെയാണ് ഒരു വെബ്സൈറ്റിൻ്റെ. അത് ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് നടക്കണമെങ്കിൽ മാർക്കറ്റിംഗ് വളരെയായിട്ടാണ്. അതും മെയിൻലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ സെർച്ച് എൻജിൻസും സെർച്ച് വേർഡ്സും ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അതനുസരിച്ച് ഒരു വീക്കിനത്തേക്ക് വേണ്ടി ചിലപ്പം അവർ $500-600 ഒക്കെ ആയിരിക്കും പേ ചെയ്യുന്നത്. അപ്പോൾ മണി എന്ന് പറയുന്നത് ഒരു മെയിൻ ഫാക്ടറാണ്. അപ്പോൾ അതിന് ഒത്തിരി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനിഷ്യലി ഞാൻ ഒത്തിരി ലോൺസിനും കാര്യത്തിനും വേണ്ടിയൊക്കെ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ബാങ്ക്സിൽ നിന്നൊന്നും, അതായത് നാഷണലൈസ്ഡ് ബാങ്ക്സിൽ നിന്നൊക്കെ കാരണം അവർക്ക് ഫിസിക്കലി ഒന്നും കാണാനില്ല എന്നുള്ളൊരു പേരിലായിരുന്നു അവരൊക്കെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരിത് നമുക്ക് ബാങ്കുകളിൽ നിന്ന് കിട്ടിയില്ല. പക്ഷേ SME സ്കീമുകളും ഒത്തിരി സ്കീമുകളുണ്ടെങ്കിലും ഓൺലൈൻ വെബ്സൈറ്റുകൾ ആ ഒരു സ്കീമിൽ വരുന്നില്ല. കാരണം ബാങ്ക്സിന് അതൊരു മോർഗേജായിട്ടൊരു സാധനം അവർക്കില്ല. അപ്പോൾ അത് കാരണം അതവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫിനാൻഷ്യലി ഞാൻ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇനിഷ്യലി. പിന്നെ അത് പല സഹായത്തോടു കൂടി ഞാൻ കുറേയൊക്കെ ഓവർകം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ KSIDCയും മറ്റു ഇതുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്. അത് ഇൻ ഫ്യൂച്ചർ അറിയാം എങ്ങനെ നടക്കും എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത്, ഈ വെബ്സൈറ്റിൽ ഇപ്പോൾ തന്നെ 18 സ്റ്റേറ്റ്സിൻ്റെ പ്രോഡക്റ്റ്സാണ് കവറപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി മറ്റ് സ്റ്റേറ്റ്സിൻ്റെ പ്രോഡക്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. മാത്രമല്ല ഞാൻ റിസർച്ച് ചെയ്തതിൽ വെച്ചിട്ട് തന്നെ എല്ലാ പ്രോഡക്ട്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോഡക്ട്സ് കൂടിയുണ്ട്, അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. മാത്രമല്ല ചില റെയറായിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ സെല്ലേഴ്സ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അവരുടെ പ്രോഡക്ട്സിനെ പറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒറിജിനാലിറ്റിയെ പറ്റിയൊക്കെ. അപ്പോൾ അത് ലൈവ്ലി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോഡക്ട്സുമൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല ഞാനിപ്പം എബ്രോഡിലൂടെ ഇത് സ്പ്രെഡ് ചെയ്യുവാണ്. അതായത് ഇപ്പോൾ ഉള്ള കസ്റ്റമേഴ്സ്, പുറത്തുള്ള കസ്റ്റമേഴ്സ് അവരുടെ ഇന്ത്യൻ അഡ്രസ്സിൽ വെച്ചിട്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇന്ത്യൻ അഡ്രസ്സിലാണ് ഞാൻ ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ പുറത്തുള്ള ലോജിസ്റ്റിക്കുമായിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. വിത്തിൻ 2 months അത് കംപ്ലീറ്റ് ആവും. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ അതായത് എനിക്ക് പുറത്തുകൂടി ഡെലിവറി പറ്റുന്ന രീതിയിലുള്ള സെയിൽ ഞാൻ വിപുലമാക്കുകയാണ്.